തീപിടിച്ചവരിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ക്രിസ്മസ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. ക്രിസ്മസ് പൊതുവെ എല്ലാവർക്കും വളരെ സന്തോഷം പകരുന്ന ഒരു കാലഘട്ടമാണ്. തീപിടിച്ചവരിൽ നിന്ന് നമുക്ക് വലിയ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് മലയാള ക്രൈസ്തവ സംഗീത ലോകത്ത് വളരെ അറിയപ്പെടുന്ന, പ്രത്യേകിച്ച് ഒരൊറ്റ ഗാനം കൊണ്ട് ലോകപ്രശസ്തനായി തീർന്ന എന്ന് പറഞ്ഞാലും ഒട്ടും അതിശയോക്തിയല്ല, പക്ഷെ ഇസ്രായേലിൻ നാഥനായി വാഴും ഏക ദൈവം എന്ന പാട്ട് ഒരിക്കലെങ്കിലും പാടിയിട്ടില്ലാത്ത, അത് കേട്ടിട്ടില്ലാത്ത ഒരൊറ്റ മലയാളി പോലും ലോകത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം തീപിടിച്ചവരിൽ ചെക്കന ടെലിവിഷന്റെ പ്രേക്ഷകരുമായിട്ട് തൻ്റെ ജീവിത അനുഭവങ്ങൾ, ഒരു സംഗീത സംവിധായകൻ എന്നതിലപ്പുറത്ത് ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച, സുവിശേഷത്തിനായി ജീവിതം കൊടുത്ത ഒരു ദൈവ ശുശ്രൂഷകനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ അദ്ദേഹം എന്തുകൊണ്ടും യോഗ്യനാണ് ഈ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുവാനായിട്ട്. നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് കേൾക്കാം. ബ്രദറെ, സ്വാഗതം. താങ്ക് യു. അങ്ങയുടെ ഹിറ്റ് ഗാനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ടോപ്പ് ഹിറ്റ് വരുന്നതിന് തൊട്ട് മുമ്പ് എനിക്ക് തോന്നുന്നത് ഒരു ഗാനം, അതായത് നമ്മുടെ ജോസഫ് പാമ്പക്കലച്ചൻ എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, ജീവിത തോണി തുഴഞ്ഞ് തുഴഞ്ഞ് ഞാൻ തളർന്നപ്പോൾ. എനിക്കൊന്ന് ഒരു 95-ലാണെന്ന് തോന്നുന്നു. ഞാൻ ആ പാട്ട് 94-ലാണ് ആ പാട്ട് ഇറങ്ങി. 95, ഞാൻ കേട്ടത് 95-ലാണ് തോന്നുന്നത്. ആ പാട്ട് എന്നെ അന്ന് ഒത്തിരി സ്വാധീനിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചായിരുന്നു, ഇതാരാ ഇതിന്റെ സംഗീത സംവിധായകൻ. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ എൻ്റെ ഒരു നവീകരണ കാലഘട്ടത്തിന്റെ തുടക്കത്തിലായിരുന്നു ആ സമയം. ആ പാട്ട് എഴുതാനുണ്ടായ, അല്ല അതിന്റെ സംഗീതം കൊടുക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ആദ്യമേ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ദൈവത്തിന് സ്തുതികൾ പറഞ്ഞുകൊണ്ടും ഞാൻ ആരംഭിക്കാം. അതായത് ആ പാട്ട് ഒരു അവിചാരിതമായിട്ട് കടന്നു വന്ന ഒരു പാട്ടാണ്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, അങ്ങനെ ഒരു പാട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. ഞാൻ ഒരിക്കലേ ഇവാഞ്ചലാശ്രമം എന്ന് പറയുന്ന, കൂനമാവുള്ള ഇവാഞ്ചലാശ്രമം എന്ന് പറയുന്ന ആശ്രമത്തിൽ ഗാനശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന സമയത്ത്, അതെനിക്ക് തോന്നുന്നു ഒരു 92 ലാസ്റ്റ് അവിടെ ഞാൻ ചെന്നു. പിന്നെ 93 ലാസ്റ്റ് വരെയൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പേരിങ്ങനെ പാട്ടുകളായിട്ട് കടന്നു വരും, പാട്ട് എഴുതിയ വരികളൊക്കെ ആയിട്ട് കടന്നു വരും. എന്നിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് പറയും, ഇങ്ങനെ ഇതൊന്ന് മ്യൂസിക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 93 ലാസ്റ്റ് ആയപ്പോഴും ഈ ഒരു ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞ് തളർന്നപ്പോൾ എന്ന പാട്ട് എഴുതിയ വ്യക്തി, അത് ശരിക്കും ഷീബ വരാപ്പുഴ എന്ന് പറയാം. ആദ്യത്തെ 4 ലൈൻ എഴുതിയത് ഷീബ വരാപ്പുഴയും. അപ്പോൾ ആ ലേഡിയുടെ ചേച്ചി ആ ആശ്രമത്തിൽ വന്നപ്പോൾ എന്നെ കാണുകയുണ്ടായി. ഇങ്ങനെ എൻ്റെ അനിയത്തി എഴുതിയതാണ്, ഇതൊന്ന് നോക്കാവോ, പീറ്ററിന് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിച്ച് എൻ്റെ അടുക്കൽ വന്ന്. അങ്ങനെ ഞാനത് വായിച്ചു നോക്കിയപ്പോഴേക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം അതുവരെ വരാത്ത പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതുവരെ വരാത്ത ഒരാശയമായിരുന്നു അതിൽ. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവൻ യേശു. അങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യനിലും വന്നിട്ടില്ല. അപ്പോൾ ഈ കുട്ടി അത് എഴുതി എൻ്റെ കയ്യിൽ അത് കൊണ്ടു തന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് അന്നേരം തന്നെ കടന്നു വന്ന ട്യൂണാണത്. ഒന്ന് ചിന്തിക്കേണ്ടി വന്നില്ല, നിമിഷങ്ങൾ കൊണ്ട്. ശരിക്കും ആദ്യത്തെ 4 ലൈനും പിന്നെ അതിൻ്റെ കുറച്ച് ലൈൻ മാത്രമേ പുള്ളിക്കാരി എഴുതിയിട്ടുള്ളൂ. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവൻ യേശു. അങ്ങനെ ആദ്യത്തെ 4 ലൈൻ ഞാൻ അന്നേരം തന്നെ മ്യൂസിക് കൊടുത്തു. ഈ ട്യൂണാണ് വന്നത്, ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ. ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള വരികളൊന്നും ഇത് ഫിനിഷ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. കാരണം അന്നൊന്നും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ പാട്ടുകൾ എഴുതുന്ന രീതി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശയം ഇതൊന്നും ഞാൻ ചിന്തിക്കുന്നു പോലും. അപ്പം ഞാൻ ആരെങ്കിലും ആശ്രയിക്കും. അങ്ങനെ ഇരിക്കെ 93 ലാസ്റ്റ് ആയപ്പോഴേക്കും പാമ്പക്കലച്ചനെ പരിചയപ്പെട്ടു. പാമ്പക്കലച്ചൻ പച്ചാളത്ത് ഒരു ആശ്രമമുണ്ട്, ബെത്സൈദ ധ്യാനകേന്ദ്രം. ഈ ധ്യാനകേന്ദ്രം നടത്തിക്കൊണ്ടിരുന്നത് അച്ഛനായിരുന്നു. SRM റൂട്ടിലായിരുന്നു. അങ്ങനെ അച്ഛനെ ഞാൻ അവിചാരിതമായിട്ട് കാണാനിടയായി. അച്ഛൻ്റെ അടുക്കൽ ഞാൻ ഈ വരികൾ കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛൻ ഇതൊന്ന് ഫിനിഷ് ചെയ്യണം, ഇതിങ്ങനെ വരാപ്പുഴയിലുള്ള ഒരു കുട്ടി എഴുതിയതാണ്, ഇത് അച്ഛനൊന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ അതിൻ്റെ അടുത്ത ലൈൻസ് എല്ലാം ഫിനിഷ് ചെയ്ത്
കാസറ്റിൽ വന്നപ്പോൾ അച്ഛൻ്റെ പേരിലാണ് വന്നതെങ്കിലും മറ്റേ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ പേരൊന്നും വെക്കണ്ട, ഇത് അത് പാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ പേരിലാണ് അത് വന്നത്. അപ്പം ഈ 2 പേരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പാട്ട് കടന്നു വന്നത്. പിന്നീട് അത് സായുജ്യം എന്ന ഒരു ആൽബമായിട്ടത് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൽ അച്ഛൻ വേറെ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. സമർപ്പണം ചെയ്തിടുന്ന യേശുവേ, ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ്. സമർപ്പണം ചെയ്തിടുന്ന യേശുവേ, മനവും ഹൃദയവും അങ്ങേക്കിതാ. അന്ന് കുർബാനകളിലൊക്കെ അത് അന്നൊക്കെ പല കുർബാനകളിലും അത് കാഴ്ചവെപ്പിന് പാടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അടങ്ങുന്ന ഒരു 10ഓളം പാട്ടുകൾ ചേർന്ന ഒരു ആൽബമായിരുന്നു സായുജ്യം എന്ന് പറയുന്ന. ഈ ആൽബത്തിൽ ജീവിതത്തോണി തുഴഞ്ഞ് തളർന്നപ്പോൾ എന്നുള്ള പാട്ടിന്റെ ഒരു 4 വരി ഒന്ന് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും പാടാം. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോ തുണയായി വന്നവനേശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോ തീരം ചേർത്തവനേശു, ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോ തുണയായി വന്നവനേശു, ദുഃഖത്തിൻ ചുഴിയിൽ മുങ്ങി മുങ്ങി താണപ്പോ തീരം ചേർത്തവനേശു, കുരിശു ചുമന്നു തളർന്നപ്പോ താങ്ങി നടത്തിയതേശു, മിത്രങ്ങൾ പോലും ത്യജിച്ചിടുമ്പോ അഭയം നൽകുന്നതേശു, പാപച്ചേറ്റിൽ വീണലഞ്ഞപ്പോ മോചനമേകിയതേശു. ഇങ്ങനെ തുടങ്ങുന്ന ബാക്കി അതിലെ എല്ലാ വരികളും വളരെ ഹൃദയസ്പർശിയാണ്. അതെ അതെ. പക്ഷെ ആ ആദ്യത്തെ 4 ലൈൻ തന്നെ ഒരു അവിചാരിതമായിട്ട് ഒരു ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിൽ പെട്ട് തകർന്ന ഒരു മനുഷ്യൻ കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും. എനിക്ക് ആദ്യമായിട്ട് ഒരു ജീവിതാനുഭവം പങ്കുവച്ചത് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ ഒരു ശുശ്രൂഷകനുണ്ട്, ശശി മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ബ്രദർ. ശശി മാർട്ടിൻ എന്ന് പറഞ്ഞ ബ്രദറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച പാട്ട്. അദ്ദേഹം ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹം ഈ ഗാനം കേട്ട് ഈശോയെ കൂടുതൽ അറിയുകയും അവസാനം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് ജീവിതം മുഴുവൻ സമർപ്പിക്കുകയും അങ്ങനെ ആ കുടുംബം മുഴുവനും ഈശോയിലേക്ക് കടന്നു വരികയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്. അത് എപ്പോഴും ശശി മാർട്ടിൻ ബ്രദർ എപ്പോഴും എവിടെ പ്രസംഗിച്ചാലും ഈ ഒരു പാട്ടിനെ കുറിച്ച് പറയുമായിരുന്നു. എപ്പോഴും എന്നെ കാണുമ്പോൾ പറയും, ബ്രദറിന്റെ ജീവിതത്തോടെ തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ എന്ന പാട്ടാണ് എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിച്ചത് കേട്ടോ എന്ന് പറഞ്ഞാണ് എന്നെ സമീപിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഇങ്ങനൊരു വാക്ക് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു അദ്ദേഹത്തോട്, എല്ലാം കർത്താവിന് കൊടുക്കുക, കർത്താവിനാണ് അതിൻ്റെ മഹത്വം. ഞാനെന്ന വ്യക്തി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതൊരു വ്യക്തിയാണെങ്കിലും, അച്ഛനായിക്കോട്ടെ, ഷീബ ഒരാപ്പഴ ആയിക്കോട്ടെ, അവരൊക്കെ ഇത് എഴുതാനായിട്ട് ദൈവം നിയോഗിച്ച ഇൻസ്ട്രുമെൻസാണ്. ഞങ്ങളെല്ലാവരും ഇൻസ്ട്രുമെൻസാണ്, അല്ലാതെ എന്ന് വെച്ചാൽ ഉപകരണങ്ങൾ, അല്ലാതെ ഞങ്ങളെന്ന വ്യക്തികൾക്കൊന്നും പ്രാധാന്യമില്ല. ദൈവം ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരും തിരഞ്ഞെടുക്കും. ആ സമയത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ മറ്റു പലരെയും തിരഞ്ഞെടുക്കും. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ശുശ്രൂഷകർ കടന്നു വരുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ശുശ്രൂഷകർ കടന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അത് അറിയുക എന്നതാണ്, തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്. ഈ 90കളുടെ തുടക്കത്തിലായിരുന്നല്ലോ അങ്ങ് ഈ പോട്ടെ ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ആരംഭിക്കുന്നത്. അതെ. അപ്പൊ സാധാരണ അതിൽ ഈ സംഗീത സംവിധാനം ചെയ്യാൻ കഴിവുള്ള ആള്, പാട്ടുപാടാൻ കഴിവുള്ള ആള്, അപ്പൊ ഈ എങ്ങനെയാണ് ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരാനായിട്ട്, പ്രത്യേകിച്ച് ഒരു ധ്യാനകേന്ദ്രത്തിൽ വന്ന് പാട്ടുപാടിക്കൊണ്ട് അതിൻ്റെയൊക്കെ അതിനെന്തായിരുന്നു കാരണം? ആ കാലഘട്ടത്തിൽ ഞാൻ ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 10th കഴിഞ്ഞിട്ട് നേരെ ITIയിൽ ട്രേഡ് എടുക്കാൻ വേണ്ടിയാണ് പോയത്. ഫിറ്റർ എന്ന് പറയുന്ന ഒരു ട്രേഡാണ് ഞാൻ എടുത്തത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ എൻ്റെ ചെവിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇയർ ഡ്രമ്മിൻ്റെ ഹോള് അതിങ്ങനെ വലുതായി, അവസാനം വെള്ളം കയറിയാൽ ചെവി വേദന, ഭയങ്കര പഴുപ്പ്, കേൾവിയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ പറയുന്നതൊന്നും
തിരിയില്ല, മനസ്സിലാവില്ല. അപ്പോൾ ഒന്നും മനസ്സിലാകാതെ വരുമ്പോൾ എനിക്ക് ആകെ വിഷമമാണ്, എല്ലാവരോടും ചോദിക്കേണ്ട അവസ്ഥ വരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോണ സമയത്ത് ഞാൻ മിലിറ്ററിയിൽ, എൻ്റെ അപ്പച്ചൻ മിലിറ്ററി ആയിരുന്നു, മിലിറ്ററിയിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ 2 പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഞാൻ ഈ മെഡിക്കലിൽ അൺഫിറ്റായിപ്പോയി. ആ സമയത്ത് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത മിലിറ്ററിയിലെ ഓഫീസർ പറഞ്ഞത് ഇതാണ്: താങ്കൾക്ക് ഒരു ഡിഫൻസിലും ചേരാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഇയർ ഡ്രമ്മിന് ഹോളുണ്ട്. അപ്പോൾ ഈ ഹോള് ഓപ്പറേഷൻ ചെയ്ത് സക്സസ് ആയിട്ട് വരുവാണെങ്കിൽ മാത്രമേ താങ്കൾക്ക് ഏതെങ്കിലും ഡിഫൻസിൽ ചേരാൻ പറ്റുള്ളൂ. താങ്കൾ ഈ ഒരു ഫീൽഡിൽ അൺഫിറ്റ് ആണ് എന്ന് പറഞ്ഞു വിട്ടു. അപ്പം എനിക്ക് ആകെ സങ്കടമായി. അങ്ങനെ ഞാനിത് അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണാം. അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു, ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ടു. ആദ്യം ഒരു ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്തപ്പോൾ അത് സക്സസ് ആയില്ല. വീണ്ടും 2ാമതൊരു ഓപ്പറേഷൻ വിധേയമായി, അതും പരാജയപ്പെട്ടു. പിന്നെ ഒരു 3ാമതൊരു ഓപ്പറേഷൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അമ്മച്ചി തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്, മോനൊരു കാര്യം ചെയ്യുക, ആദ്യം ദൈവത്തെ ഒന്ന് അറിയുക, ദൈവരാജ്യം അന്വേഷിക്കുക, അതിനുവേണ്ടി ഒരു ധ്യാനം കൂടാൻ പോകും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇങ്ങനെ അമ്മച്ചി എൻ്റെ അടുത്ത് പറയുകയും ഞാൻ ആ വാക്ക് കേട്ട് ഞാനങ്ങനെ പോട്ട ആശ്രമത്തിൽ ഒരു ധ്യാനം കൂടാനായിട്ട് കടന്നു. അന്ന് എത്ര വയസ്സുണ്ടാവും? അന്ന് എനിക്കൊരു 17 വയസ്സ്, 17 വയസ്സുള്ളൂ. അപ്പോൾ ഈ 17 വയസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം തന്നെ പോട്ട ആശ്രമത്തിൽ ധ്യാനം കൂടാൻ വന്നു. ആ സമയത്ത് ഡിവൈനായിരുന്നു. ഡിവൈൻ തുടങ്ങിയ സമയത്ത് ആ ധ്യാനത്തിൻ്റെ സമയത്ത് 3-ാം ദിവസം കൗൺസിലിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ഒരു വെളിപാടുണ്ടായി. അതായത് കൗൺസിലറിലൂടെ തന്നെ ഈശോ വെളിപ്പെടുത്തിയത് ഇതാണ്: പീറ്ററിന് പാടാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ഈ പാടാനുള്ള കഴിവ് ദൈവത്തിന് കൊടുക്കാനായിട്ട് ഈശോ പറയുന്നുണ്ട്. പീറ്റർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഞെട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നിൽ ഇങ്ങനെ പാടാനുള്ള കഴിവുണ്ടെന്ന് എന്നെ കൗൺസിലിംഗ് ചെയ്ത ഈ വ്യക്തിക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ അതുവരെ ഇങ്ങനെ ദർശനപരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ഗിഫ്റ്റുകളെ കുറിച്ചോ ഒന്നും എനിക്കങ്ങനെ അറിവില്ല. കാരണം ഇങ്ങനെ ഒരാൾ എന്നെ നോക്കി ആദ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ കണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ദൈവം നമ്മളെ അറിയുന്നു, ദൈവത്തിൻ്റെ പദ്ധതികൾ എന്താണെന്ന്, നമ്മിലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്നും പദ്ധതികൾ എന്താണെന്നും ദൈവത്തിന് അറിയാം. അപ്പോൾ നമ്മൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടി കൂടുതൽ എനിക്ക് ധ്യാനങ്ങൾ കൂടണമെന്നും പിന്നെ എൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന കഴിവുകൾ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ആ നിമിഷമാണ് എന്നിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഈ ആഗ്രഹത്തെ ഞാൻ പോയി ധ്യാനം കൂടി കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം പനക്കലച്ഛൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ കൗൺസിലിങ്ങിൽ വെളിപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അച്ഛൻ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോൾ ആ കൗൺസിലറിലൂടെ ദൈവം എന്താണ് പറഞ്ഞത് അതുപോലെ തന്നെ മോൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവിടുത്തെ പാട്ടുകാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യും, പാടാനുള്ള കഴിവുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ആന്റണി ഫെർണാണ്ടസും ടീമും അവിടെ ശുശ്രൂഷയിൽ പാടിക്കൊണ്ടിരുന്ന വെച്ചത്. അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടു. അവർ പറഞ്ഞു, നല്ല തീരുമാനം, ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഇത് ജീവിതം സമർപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്നതല്ല. നല്ലപോലെ തീരുമാനിച്ച് വീട്ടിൽ പോയി പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതത്തോടുകൂടി വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞ് അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ അതിനു മുൻപ് ആന്റണി ഫെർണാണ്ടസ് ഒക്കെ എന്നോട് ഒരു പാട്ട് പാടി കേൾപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു പാട്ട് അന്നേരം പാടി കേൾപ്പിച്ചു. അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞു, നന്നായി പാടുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, പോട്ട ആശ്രമത്തിൽ അന്ന് ശുശ്രൂഷയ്ക്ക് ആരുമില്ല, അപ്പം പോട്ട ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അവർ നേരെ ഞാൻ വീട്ടിൽ പോയി സാങ്ഷനൊക്കെ വാങ്ങിച്ച് അങ്ങനെ അമ്മച്ചിയുടെ ഇഷ്ടവും ഒക്കെ ചോദിച്ചു വന്നു. അന്ന് അമ്മച്ചിക്ക് ആദ്യം മനസ്സോടുകൂടിയാണ് എന്നെ വിട്ടത്. കാരണം നീ ആദ്യം ഒരു ട്രേഡ് എടുക്കുക, ട്രേഡ് എടുത്തതിന് ശേഷം പിന്നീട് നീ നിന്റെ ജീവിതം സമർപ്പിക്കാനാണ് ആദ്യം പറഞ്ഞതെങ്കിലും എനിക്ക് അന്നേരം ട്രേഡ് എടുക്കാനുള്ള ഒരു മാനസികരവസ്ഥയൊന്നും എൻ്റെ മനസ്സിലില്ല. ആദ്യം ദൈവത്തെ അറിയുക, അത് കഴിഞ്ഞിട്ട് ട്രേഡൊക്കെ നമുക്ക് പിന്നീടാണെങ്കിലും എടുക്കാമല്ലോ എന്നുള്ളത്. കാരണം നമുക്ക് പ്രായം ഇത്രയല്ലേ ഉള്ളൂ എന്ന് കരുതി ഞാൻ അങ്ങനെ പോട്ടാശ്രമത്തിൽ കടന്നു വന്നു. അപ്പൊ വിദ്യാഭ്യാസം അവിടെ മുടങ്ങിയോ? അതായത് ITI വിദ്യാഭ്യാസം 1 ഇയർ ഞാൻ ചെയ്തുള്ളൂ. 2 ഇയർ ഉണ്ടായിരുന്നു. 1 ഇയർ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ. പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും, അതായത് പോട്ടാശ്രമത്തിൽ ചെന്നു. പോട്ടാശ്രമത്തിലെ പിന്നീട് കൊച്ചു മാത്യു ലവങ്കിലച്ഛനായിരുന്നു അവിടുത്തെ ശുശ്രൂഷകൻ. അതുപോലെ അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റി അച്ഛൻ, ഇവർ രണ്ടുപേരും ആയിരുന്നു അവിടുത്തെ ഡയറക്ടറും
അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട്. അപ്പോൾ രണ്ടുപേരും പോയി കണ്ടു. രണ്ടുപേരും എന്നെ പാട്ട് പാടി കേൾപ്പിച്ചിട്ട് പറഞ്ഞു, പീറ്ററെ ഞങ്ങളെ കൂടി ഇവിടെ നിന്നോളൂ, ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛന്മാരെ കൂടി അവിടെ നിൽക്കുകയും ഒരുപാട് ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും പോട്ട ആശ്രമത്തിലെ കൺവെൻഷനുകൾ, ധ്യാനങ്ങൾ, താമസിച്ചുള്ള ധ്യാനങ്ങൾ, പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലും പിന്നെ പ്രാർത്ഥനകളിൽ, കൊയറുകളിലും ഒക്കെ പങ്കുചേർന്ന് അങ്ങനെ ശക്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സന്തോഷത്തോടു കൂടി ഞാൻ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഒരു ശുശ്രൂഷകനായിട്ടാണ് തുടക്കം. അതെ, ആ കാലഘട്ടത്തിൽ ആ ശുശ്രൂഷാ വേളകളിൽ ലഭിച്ച ഗിഫ്റ്റാണ് പിന്നീട്, അതായത് നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ, ആരാധനകളിൽ, പരിശുദ്ധ കുർബാനകളിലൊക്കെ നമ്മൾ നമ്മുടെ ജീവിതം സമർപ്പിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ അറിയാതെ എന്നിലേക്ക് കടന്നു വന്ന ഒരു ഗിഫ്റ്റാണ് സംഗീത സംവിധാനം ചെയ്യാനുള്ള ഗിഫ്റ്റ്. ആദ്യമായി സംഗീത സംവിധാനം ചെയ്ത് ഏത് പാട്ടായിരുന്നു? അത് മാമരച്ചില്ലകളെ പാടു ഓശാന ഓശാന എന്ന് പറയുന്ന ഒരു പാട്ടാണ്. മാമരച്ചില്ലകളെ പാടു ഓശാന ഓശാന, വയലിലെ ലില്ലികളെ പാടു ഓശാന ഓശാന, വിണ്ണിൽ നിന്നൊഴിയിൽ വന്നൊരു നാഥനെ പാടിപ്പുകഴ്ത്തുന്നു മണ്ണിലെ മക്കൾ ഓശാന ഓശാന ഓശാന. ഈ പാട്ടാണ് പബ്ലിക്കിലേക്ക് ശരിക്കും അറിയപ്പെട്ടു തുടങ്ങിയ ഒരു ഹിറ്റ് ഗാനം ആദ്യത്തെ ഏതായിരുന്നു? അത് ജീവിതത്തോണി തന്നെയാണ്. ജീവിതത്തോണിയാണ് ആദ്യം പബ്ലിക്കായിട്ട് ഏറ്റെടുക്കുന്നതും. കൊയറുകളിൽ, കൺവെൻഷനുകളിൽ, ധ്യാനങ്ങളിലൊക്കെ എല്ലാവരും ജീവിതത്തോണി എന്ന് പറയുന്ന പാട്ട് ആദ്യമേ എല്ലാവരും ഏറ്റെടുത്ത് അവർ പാടാൻ തുടങ്ങി. അതിനുശേഷം പിന്നീട് ആശ്വാസവചനങ്ങൾ എന്ന് പറയുന്ന ആൽബമാണ് എൻ്റെ ആദ്യത്തെ ആൽബം എന്ന് പറയുന്നത്. അതിലാണ് ഈ മാമരച്ചില്ലകളെ പാടും. പിന്നീട് കാസറ്റ് രംഗം, അത് ഇറങ്ങിയതിന് ശേഷം കാസറ്റ് രംഗത്ത് എനിക്ക് ഒരു ഗ്രിപ്പായി. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എന്നെ സമീപിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ പാട്ടുകൾ ചെയ്ത്. ജോണി സാഗരിയുടെ ഒരു പ്രപഞ്ചം വലിയ ഹിറ്റായിരുന്നല്ലോ. അതെ അതെ, പ്രപഞ്ചം ഇറങ്ങുന്നത് ഈ സായുജി ഇറങ്ങിയതിന് ശേഷം, ജീവിതത്തോണിക്ക് ശേഷമാണ്. അപ്പോൾ ജീവിതത്തോണി ഹിറ്റായതിനു ശേഷം ജോണി സാരിക എന്നെ സമീപിച്ചു. ജോണി സാരിക പറഞ്ഞത്, ഞങ്ങൾക്ക് വേണ്ടി ഒരു ആൽബം അടുത്ത ക്രിസ്മസ് വരുവാണ്, അപ്പൊ ആ ഒരു സമയം കൊള്ളിച്ച് നമുക്കൊരു നല്ലൊരു ആൽബം ഇറങ്ങണം. അപ്പൊ അത് പറയുന്നത് ഒരു 5-6 മാസങ്ങൾക്ക് മുൻപാണ്. അപ്പൊ ആ 6 മാസങ്ങൾക്ക് മുൻപ് തുടങ്ങി. അതിനു മുൻപേ ഞാൻ ചെയ്തു വെച്ച ഒരുപാട് പാട്ടുകളുണ്ട്. ഈ പാട്ടുകളും പിന്നെ അതിനുശേഷം ഇവർ പറഞ്ഞതിന് ശേഷവും എന്നിലേക്ക് കടന്നു വന്ന നല്ല പാട്ടുകളൊക്കെ കൂടി ചേർത്തിട്ടാണ് പ്രപഞ്ചം എന്ന് പറയുന്ന ആൽബം ഇറങ്ങുന്നത്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്, ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇത് പ്രപഞ്ചത്തിലെ ഒരു പാട്ടാണ്. പിന്നെ എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ, പൊന്നോമന കുട്ടൻ നീ, നിന്നോടുള്ള സ്നേഹം അവർണ്ണനീയം, നിന്നോർമ്മ എന്നുള്ളിൽ അചഞ്ചലവും. ഇതൊക്കെ പ്രപഞ്ചത്തിലെ പാട്ടുകൾ. ഒഴുകി 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 ദൂരത്തെങ്ങോ പോ, എന്റെ ഘോരവേദനകൾ ദൂരത്തെങ്ങോ പോ, ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. ഇതൊക്കെ പ്രപഞ്ചത്തിലെ പാട്ടാണ്. ഒരു 15ഓളം പാട്ടുണ്ട്. അതില് 14 പാട്ടും എന്റേതാണ്. ആ പാട്ടല്ലാതെ പിന്നെ അതില് ഉഷാ ഉതുപ്പ് പാടിയ ഒരു പാട്ടും പിന്നെ കുമാർ സാനു പാടിയ ഒരു പാട്ടും അഡീഷണൽ പുറത്തു നിന്ന് ചെയ്ത് എടുത്തതാണ്. ശരിക്കും ജോണി സാഗരിയ പോലെയുള്ള ആ കാലഘട്ടത്തിലെ വളരെ ഒരു സിനിമ ഒക്കെ എടുത്തിട്ടുള്ളവരാണല്ലോ. അതെ അതെ. അപ്പം അതിലൂടെ ശരിക്കും ആ ഒരു പ്രപഞ്ചം എന്ന കാസറ്റിലൂടെയാണ് ശരിക്കും നമ്മളൊന്ന് ഫ്ലവറിഷ് ആയത്, അല്ലേ? എസ്റ്റാബ്ലിഷ് ആയത്, കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയി. പിന്നീട് അങ്ങോട്ട് വൻ തിരക്കായിരുന്നു. അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഈ ഒരു പാട്ടുകാരന്, ഒരു സംഗീത സംവിധായകനൊക്കെ ഈ ഇയർട്രമിന്റെ ആ പ്രശ്നം അത് വലിയൊരു വിഷയമാവുമല്ലോ, അതെങ്ങനെ സൗഖ്യമായോ? പിന്നീട് ഞാൻ പോട്ട ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പടിഞ്ഞാറക്കുറ്റി അച്ഛൻ്റെ
ഈ ഇതേ സെയിം പ്രോബ്ലം ഉണ്ടായിരുന്ന ഒരച്ഛനായിരുന്നു. ചെവിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതായത് എൻ്റെ സെയിം പ്രോബ്ലം, ഇതുപോലെ ഹോൾ ഉണ്ടായിരുന്നു. അപ്പം അച്ഛന് ഒരു മെസ്സേജ് കിട്ടിയിട്ട് അച്ഛൻ ചെന്ന് ഓപ്പറേഷൻ ചെയ്തത് ഒരു ഡോക്ടർ കനകരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്, ENT സ്പെഷ്യലിസ്റ്റ്. ആ ഡോക്ടറിൻ്റെ അടുത്താണ് പോയി ചെയ്തത്. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, പീറ്റർ ഒരു കാര്യം ചെയ്യും, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. എങ്ങനെയാണ് പീറ്ററിൻ്റെ ഇനി ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പ്രെയർ ഗ്രൂപ്പിലെല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു പേര് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്, ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ തന്നെയാണ്. അപ്പോൾ ആ ഡോക്ടറിലൂടെ പീറ്റർ കംപ്ലീറ്റ്ലി ഹീലിങ്ങിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. ആ ഡോക്ടറിനെ ദൈവം ഉപയോഗിക്കുന്നു, പക്ഷെ ഹീലിംഗ് തരുന്നത് ദൈവമായിരിക്കും. ഇതാണ് ആ മെസ്സേജ് കിട്ടുന്നത്. അങ്ങനെ ആ ഒരു മെസ്സേജ് അനുസരിച്ചിട്ട് ഞാൻ ആ ഡോക്ടറെ കാണാൻ പോവുകയും അവിടെ അഡ്മിറ്റ് ആവുകയും ഒരാഴ്ച കൊണ്ട് എൻ്റെ ഓപ്പറേഷൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിന്നീട് ഇന്നേ വരെ എനിക്ക് ആ ചെവിയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഡോക്ടറാണോ ഓപ്പറേഷൻ ചെയ്തതെങ്കിലും സൗഖ്യം തന്നത് നമ്മുടെ കർത്താവാണ്. കാരണം അതിനു മുൻപ് 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തിട്ടും അത് സക്സസ് ആയിരുന്നില്ല. 3ാമതൊരു ഓപ്പറേഷന് എനിക്ക് പേടിയായിരുന്നു. മെസ്സേജ് കൃത്യമായതുകൊണ്ടും കർത്താവിൻ്റെ ഇടപെടലാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടുമാണ് ഞാൻ 3ാമതൊരു ഓപ്പറേഷന് തയ്യാറായത് തന്നെ. പക്ഷെ ആ ഡോക്ടറിലൂടെ ദൈവം ഇടപെട്ടു, എനിക്ക് പരിപൂർണ സൗഖ്യം അതിൽ കിട്ടുകയും ചെയ്തു. പിന്നീട് എനിക്ക് പാടാനും ഒരു ബുദ്ധിമുട്ടില്ല, സംഗീതം ചെയ്യാനും ബുദ്ധിമുട്ടില്ല, കേൾവിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാ തലങ്ങളിലും ചെവിയുടെ കാര്യത്തിൽ ഞാൻ ഓക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ശുശ്രൂഷ രംഗത്ത് കൂടുതൽ സജീവമാകുകയും കാസറ്റ് രംഗത്ത്, CD രംഗത്തൊക്കെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ സമീപിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, വർഷത്തിൽ 1 അല്ലെങ്കിൽ 2 ആൽബമേ ചെയ്യൂ എന്നുള്ളൊരു തീരുമാനമെടുത്തു. കാരണം എന്ന് വെച്ചാൽ എല്ലാ മാസവും ഇങ്ങനെ ഓരോ ആൽബവും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പാട്ടുകൾക്ക് ഒരു ഗുണം കുറയും. അതായത് ആ പാട്ടുകൾക്ക് ഹൃദയങ്ങളിൽ സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യുന്ന പാട്ടുകളിൽ നന്നായി കടന്നു വരുന്ന പാട്ടുകളെ എടുത്തിട്ട് ഒരാൽബം കൊടുക്കുക. അത് ആ സമയത്ത് ആരാണോ നല്ലൊരു പ്രൊഡ്യൂസർ വരുന്നത് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും എനിക്ക് കൂടുതൽ സെലക്റ്റീവായിട്ട് നല്ല പാട്ടുകൾ ചെയ്യാനും അങ്ങനെ നല്ല നല്ല ആൽബങ്ങൾ അതിനുശേഷമാണ് പിന്നീട് ജീസസ് അങ്ങയുടെ ഒരു എവർഗ്രീൻ ഹിറ്റ് എന്ന് പറയാം. ഞങ്ങളുടെയൊക്കെ നാട്ടുമ്പുറങ്ങളില് കള്ളുഷാപ്പിൽ പോലും ആൾക്കാർ ഇരുന്ന് പാടുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലും പാടാറുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇറങ്ങിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 30 വർഷത്തോളമായിട്ടുണ്ടല്ലേ? അത് 30 ആയില്ല, 23 വർഷം കഴിഞ്ഞ്. അത്രേ ഉള്ളൂ. 23, അതായത് 99-ലല്ലേ? അപ്പോ 24 വർഷം. 23-24 വർഷം ആവുന്നുള്ളൂ. അപ്പോ ആ പാട്ട് ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം, അത് ശരിക്കും എന്താ പറയാ, അങ്ങയുടെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ചിട്ടുണ്ടാകും. നാനാജാതി മതസ്ഥരും ഏറ്റെടുത്ത പാട്ടാണ് അത്. ശരിക്കും നാനാജാതി മതസ്ഥരും ഏറ്റെടുത്ത പാട്ടാണ്. അപ്പൊ ഈ മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ പറയേ ഇത് ക്രിസ്ത്യാനികളുടെ ഈ ദേശീയ ഗാനമാണെന്നൊക്കെ കളിയാക്കി പറയുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് പല പെന്തക്കോസ്ത് സ്റ്റേജുകളിലും ഈ പാട്ട് അവര് പാടാറുണ്ട്. അതെ, എല്ലാ പെന്തക്കോസ്തെന്നോ യാക്കോബയെന്നോ അല്ലെങ്കിൽ കാത്തലിക്സിൽ സിറിയനെന്നോ ലാറ്റിനെന്നോ മലങ്കരയെന്നോ ഈ മാർത്തോമയെന്നോ ഒരു വേർതിരിവില്ലാതെ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ പാട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ പാട്ട് സംഗീതം കൊടുക്കാനുള്ള സാഹചര്യം എങ്ങനെയാ ഒത്തുവന്നത്? ഇത് ബേബി ജോൺ കലയന്താനിയെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു വേളയിലാണ് ഈ പാട്ടുണ്ടാവുന്നത്. അന്ന് ഞാൻ മുത്തോലപുരം പള്ളിയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, സ്റ്റാൻലി ബ്രദർ എന്നുള്ളൊരു ബ്രദറുണ്ട്, പിന്നെ പോട്ടയിൽ നിന്ന് അവിടെ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല ആളുകളും ചേർത്തുകൊണ്ടുള്ള മുത്തോലപുരം പള്ളിയിൽ ഒരു കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാനായിരുന്നു അവിടുത്തെ ശുശ്രൂഷൻ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ബേബി ആ പള്ളിയിൽ വന്നു. ഞാൻ കിടന്നിരുന്ന മുറിയിൽ വന്നു. അവിടെ വന്നിരുന്ന് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി വന്നു. അന്ന് സൺഡേ ശാലോം എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. ഈ പത്രത്തിൽ ഇൻ്റർവ്യൂ എൻ്റെ വേണം, അതിനുവേണ്ടിയാണ് അദ്ദേഹം ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ആയിട്ടാണ് അദ്ദേഹം കടന്നു വന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരൻ്റെ കയ്യിൽ ഏതെങ്കിലും പാട്ടുകൾ എഴുതിയതിരിപ്പുണ്ടോ?
അപ്പം ഞാൻ അത്രയും നാൾ ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അതിനു മുൻപ് 1-2 വർഷമായിട്ട് ഇദ്ദേഹം ഈ ഒരു ഫീൽഡിൽ സംഗീതം നൽകിയും പാട്ടുകൾ രചിച്ചും ഒക്കെ കർത്താവിന് ശുശ്രൂഷ ചെയ്തും വചനം പറഞ്ഞും ഒക്കെ പോകുന്നൊരു സഹോദരനാണ് ഈ ബേബി. അപ്പോ കലയന്താനി കലയന്താനിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് കലയന്താനി എന്നെയും കാണാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം എൻ്റെ ഈ ജീവിത തോണി അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ അതിനു മുൻപ് ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ബേബി എഴുതി കമ്പോസ് ചെയ്ത പാട്ടാണ്. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പൊ ഇത് എഴുതിയ ആളെ ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് ഞങ്ങൾ തമ്മിൽ ഈ ഒരു മുത്തോലപുരം പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും. പിന്നീട് ആ സമയത്ത് ഞാൻ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബേബിനോടും ചോദിച്ചു, ബേബി എന്നോടും ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പാട്ടിരിപ്പുണ്ടെന്ന് ബേബി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ പാട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ബേബി എന്നെ പ്രാർത്ഥിച്ചു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നോക്കിയപ്പോഴേക്കും 2-3 വരികൾ ഉണ്ടായിരുന്നു. അതിലൊരു പാട്ട് ഇതായിരുന്നു, ഇസ്രായേലി നാഥൻ എന്നുള്ള പാട്ട്. അതിൽ ആദ്യത്തെ 4 ലൈനും പിന്നെ കുറച്ച് ലൈൻസും അത് തന്നെ പല്ലവി അനുപല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈ വരികൾ അവിടെ വെച്ചിട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ചെയ്യുന്ന ആദ്യത്തെ ഒരു സംരംഭമാണത്, പാട്ടാണത്. കർത്താവെ, ഇത് അവിടുന്ന് ഏറ്റെടുക്കണമേ. ഇത് കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഗാനം പാടുന്ന വ്യക്തി അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങ് നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. അതുപോലെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് ഇറക്കി കഴിയുമ്പോൾ ഇത് ജനഹൃദയങ്ങൾ ഏറ്റെടുക്കുകയും കോടാനുകോടി ജനഹൃദയങ്ങളിലേക്ക് സ്പർശിക്കുന്ന പാട്ടായി മാറുകയും അങ്ങനെ ജനകോടികൾ ഏറ്റുപാടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഗാനമായിട്ട് മാറുകയും അതുവഴി ദൈവമേ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുന്ന ഒരു പാട്ടായിട്ട് മാറുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാനും മാത്രം ഉള്ള ഒരു കാരണം എന്തായാലും ഇത് ജനകോടികൾ ഇത് ഏറ്റെടുക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആരംഭിക്കുന്നത് തന്നെ അവിടെ തന്നെ. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി അദ്ദേഹം എന്നെ മീറ്റ് ചെയ്യുന്നു, ആ വ്യക്തി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായി ചെയ്യുന്ന ഒരു പാട്ടാണ് ഇത്. ഞങ്ങൾ കുറയുകയും അങ്ങ് വളരുകയും ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. അതുവഴി ഈശോയെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു കൺസെപ്റ്റ് പോലും അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിനു മുൻപൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവമേ, ഞങ്ങൾ ഇറക്കാൻ പോണ പാട്ട് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണേ, പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടാവരുതേ, അല്ലെങ്കിൽ കാസറ്റുകൾ വിറ്റഴിയണേ, അല്ലെങ്കിൽ CD-കൾ വിറ്റഴിയണേ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാണ് അന്നൊക്കെ ഓരോ പാട്ടുകൾ ഇറക്കുന്നത്. മറിച്ച് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒരു പ്രാർത്ഥന, ദൈവമേ, ജനകോടികൾ ഏറ്റെടുക്കുകയും ജനകോടികൾ പാടുകയും അതുവഴി ഈശോയുടെ നാമം മഹത്വപ്പെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അവിടെ വെച്ചാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് തന്നെ. കാരണം അതായിരുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പാട്ട് ഇന്ന് ലോകമെമ്പാടും ഏറ്റെടുക്കുകയും നാനാജാതി മതസ്ഥരും രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത ഭേദമന്യേ ഒരു സമൂഹം വർഗമില്ല, ഒന്നുമില്ല, എല്ലാ കുട്ടികൾ തുടങ്ങി മുതിർന്നവർ വരെ എല്ലാവരും പാടുന്ന പാട്ട്, ബാൻഡ് സെറ്റുകാര് പള്ളിപ്പെരുന്നാളുകളില് പാടുന്ന പാട്ട്, അതെ, പള്ളിപ്പെരുന്നാളുകളിലെ ബാൻഡ് സെറ്റുകാരുടെ ഒരു പ്രധാന ഗാനമേളകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത പാട്ട്. അപ്പൊ അന്നൊക്കെ ഹിറ്റായിരിക്കുന്ന മാർക്കോസ് ചേട്ടൻ അല്ലെങ്കിൽ ബിജു നാരായണൻ, എന്താണ് പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികൾ അവിടെ തുടങ്ങി അങ്ങോട്ട് ഡിവോഷണൽ മേഖലയിൽ ഹിറ്റായിട്ടുള്ള എല്ലാവരും അവരുടെ ഗാനമേള നടക്കുന്ന സമയത്ത്, ഈവൻ MG ശ്രീകുമാറൊക്കെ വരെ അന്ന് അവരുടെയൊക്കെ ഗാനമേളകളിൽ അവർ തിളങ്ങിയിരിക്കുന്ന സമയത്ത് ജനങ്ങൾ അവരോട് ആവശ്യപ്പെടും ഈ ഒരു പാട്ട് പാടണമെന്ന്. അപ്പൊ അവർക്കൊന്നും ഈ പാട്ട് അറിയില്ല, പഠിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് അവർ ഇത് പഠിച്ചുപോയി പാടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കാരണം കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കാനുള്ള തീരുമാനം, അതായത് ഞങ്ങൾ ഈ പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ മനസ്സിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് തന്നെ ആദ്യം കടന്നു വന്നത് ആദ്യം ദാസേട്ടനാണ് കടന്നു വന്നത്. ദാസേട്ടൻ പാടിയാലേ ഈ പാട്ട് അത് വിജയിക്കുള്ളൂ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലും ബേബിയുടെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷെ ദാസേട്ടൻ അന്നത്തെ കാലത്ത് ഈ പറയുന്ന തരംഗിണി എന്ന് പറയുന്ന സ്വന്തം കമ്പനിക്ക് വേണ്ടി എഗ്രിമെന്റ്, അല്ലെങ്കിൽ അവര് ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു BMG ക്രസൻഡോ ആണെന്ന് തോന്നുന്നു അവരുടെ എഗ്രിമെന്റ്. അപ്പോൾ അത് വിട്ട് പുറത്ത് അവർ ഒന്നും ചെയ്യില്ല. അപ്പോൾ ദാസേട്ടനെ പാടാൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദാസേട്ടനല്ലാതെ പിന്നെ വേറൊരാൾ ആരാണ് പിന്നെ പാടുക, മറിച്ച് പിന്നെ ചിന്തിച്ചില്ല, പിന്നെ മാർക്കോസ് ചേട്ടനാണ്. അപ്പൊ അങ്ങനെ മാർക്കോസ് ചേട്ടന് നടക്കുകയുള്ളൂ. അങ്ങനെയാണ് മാർക്കോസ് ചേട്ടനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കാനായിട്ട് രണ്ടാമത് തീരുമാനിക്കുന്നത്. പിന്നെ മാർക്കോസ് ചേട്ടൻ പാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ
എല്ലാവരും പറഞ്ഞു ഇത് മാർക്കോസ് ഏട്ടൻ തന്നെ പാടേണ്ട പാട്ടാണ്, വേറെ ആര് പാടിയാലും ഇത് ഇത്രയും അങ്ങോട്ട് ശോഭിക്കില്ല എന്ന് തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത്. സത്യത്തിൽ അത് സത്യം തന്നെയാണ്. കാരണം മാർക്കോസ് ഏട്ടന്റെ ശബ്ദത്തിനൊരു ഗാംഭീര്യമുണ്ട്, എനർജറ്റിക്, മാത്രമല്ല അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ മേലെ ഒരു അഭിഷേകമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാർക്കോസ് ഏട്ടൻ പാടിയാലേ അത് എറിക്കുള്ളൂ എന്നുള്ളത് എല്ലാവരും തന്നെ അത് പിന്നീട് പറയാൻ തുടങ്ങി. അതിന്റെ ഫീമെയിൽ വേർഷൻ ഗായത്രി എന്ന് പറയുന്ന ഒരു പാട്ടുകാരി പാടിയിട്ടുണ്ട്. പക്ഷെ അത് കാസറ്റിൽ മാത്രമേ വന്നുള്ളൂ. അതുകൊണ്ട് കാസറ്റിൽ നിന്ന് പോയപ്പോൾ CD അത് കടന്നു വന്നില്ല. CD അന്നത്തെ കാലത്ത് ഒരു 10 പാട്ട് അല്ലെങ്കിൽ 11 പാട്ടൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അതിന് അത്രേ ടൈം ഉണ്ടായിരുന്നുള്ളൂ, CD ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 1-2 പാട്ടുകൾ അതിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അതിലൊന്ന് എൻ്റെ പാട്ടും ഒന്ന് ഗായത്രിയുടെ പാട്ടും. അങ്ങനെ ഈ 2 പാട്ടും കട്ട് ചെയ്തിട്ടാണ് അത് ഇറക്കിയത്. അതുകൊണ്ടാണ് ഗായത്രിയുടെ പാട്ട് പിന്നെ ജനങ്ങൾ കേൾക്കാറ്. ഈ പാട്ട് വാസ്തവത്തിൽ എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഗാനമാണല്ലോ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഒന്നുകൂടെ ഒന്ന് പാടാമോ? പാടാം, തീർച്ചയായും. ആ പാട്ട് എന്താ പറയാ, ലോക ജനതയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം. കാരണം ലോകത്തെ ജനങ്ങളാണത് ഹിറ്റാക്കിയത്. അതിലെ ഉപരി ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പാട്ട് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത്. പിന്നെ അതിൻ്റെ പിന്നിലൊരു വലിയൊരു രഹസ്യമുള്ളത്, ബൈബിളിൻ്റെ അന്തസത്ത, മെയിൻ എന്താണോ ബൈബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന ആശയം ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു പാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ നിന്ന് തുടങ്ങി പുതിയ നിയമത്തിൽ അവസാനിക്കുന്ന ബൈബിളിൻ്റെ മെസ്സേജ് ആദ്യം മുതൽ അവസാനം വരെ എന്താണോ ബൈബിൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ്, ആ മെസ്സേജ് ഇതിലുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവത്തിൻ്റെ ഇടപെടലുകൾ. പിന്നീട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട് പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ പൂർത്തിയാകുന്ന ആ ഒരു പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾ പൂർത്തിയാകുന്നത് രക്ഷയെക്കുറിച്ച് വന്ന് ഈശോയുടെ മരണവും ഉത്ഥാനവും വീണ്ടും ഉയർത്ത് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്ന ഈശോയെ കുറിച്ചിട്ട് പറയുന്ന ആ ബൈബിളിന്റെ യഥാർത്ഥ മെസ്സേജാണ് ഈ ഒരു പാട്ടിലുള്ളത്. അത് ചുരുക്കി അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. നമുക്കൊന്ന് കേൾക്കാം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണ് ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, അബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. നാഥനായി വാഴുമേകദൈവം, സത്യജീവമാർഗമാണു ദൈവം. ശരിക്കും ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഇതുപോലൊരു വമ്പൻ ഹിറ്റാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലുമില്ല. കാരണം ഒരു പാട്ടും കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇത് വമ്പൻ ഹിറ്റാകും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ആ സമയത്ത് ഞങ്ങൾ ഓവർ കോൺഫിഡൻസ് ഒന്നും ഞങ്ങൾക്കില്ല. എങ്കിലും പറയും ഇത് ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു പാട്ടാണ്, ചിലപ്പോൾ പറയാൻ പറ്റില്ല അത് ഹിറ്റായി പോയേക്കാം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇസ്രായേലിൻ നാഥൻ ഇത്ര കണ്ടങ്ങോട്ട് ഹിറ്റാവും എന്നൊന്നും അന്ന് ഞങ്ങൾ കമ്പോസ് ചെയ്യണ സമയത്ത് തീരുമാനിച്ചിരുന്നതേ ഇല്ല. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പാട്ട്. ശരിക്കും ആരായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്? ഇത് ഗൃഹലക്ഷ്മി മ്യൂസിക് എന്ന് പറയുന്ന അത്രയും വലിയൊരു സിനിമാ കമ്പനി, മാതൃഭൂമിയുടെ. അപ്പൊ അവരെങ്ങനെയാണ് ഈ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായത്? അതായത് അന്ന് അവിടുത്തെ മാനേജർ ആയിരുന്ന സുധാകരൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം
സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാൻ പോകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒരു കമ്പനി ഫോം ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോണ ഒരു പാട്ട് നമ്മുടെ കോമ്പോസിഷനിൽ അതായിരിക്കണം എൻ്റെ കമ്പനിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചെങ്കിലും ചില സാങ്കേതിക പ്രോബ്ലം കൊണ്ട് അദ്ദേഹത്തിന് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ജോയിൻ ചെയ്തപ്പോഴേക്കും PVG സുധാകരനോട് പറഞ്ഞു, നമുക്കൊരു നല്ലൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ഇറക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും സുധാകരൻ പിന്നെ മറിച്ചൊന്നും ചിന്തിച്ചില്ല, എന്നെയാണ് ആദ്യം സമീപിച്ചത്. അങ്ങനെ സമീപിച്ചിട്ട് പറഞ്ഞു, പീറ്ററെ ഇങ്ങനെ PV ഗംഗാധരൻ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഗൃഹലക്ഷ്മി മ്യൂസിക്. ആ ഗൃഹലക്ഷ്മി മ്യൂസിക്കിൽ ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാട്ട്, അതായത് ഫസ്റ്റ് ക്രിസ്ത്യൻ ഡിവോഷനിൽ പീറ്ററിൻ്റെ ആയിരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഉറപ്പിലാണ് ഞാൻ പീറ്ററിനെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ പാട്ട് കേൾപ്പിച്ചപ്പോഴും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് അടിപൊളിയാട്ടോ, ഇത് ഭയങ്കര വെറൈറ്റി ആണെന്നൊക്കെ പുള്ളി എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, അവർക്കാർക്കും ജാതി മത ചിന്തകളൊന്നും അവരുടെ വഴിയെ പോലും പോയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം PVJ പോലെയുള്ള അത്ര ഉന്നതനായ ഒരു മനുഷ്യൻ എത്രയോ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള മലയാള സിനിമയിലെ വളരെ പ്രശസ്തനായ ഒരു നിർമ്മാതാവ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ക്രൈസ്തവ ഭക്തിഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കാസറ്റ് ഇറക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തോ ഒരു വലിയ ദൈവനിയോഗം ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആൽബം പുള്ളി കേട്ടിട്ടുണ്ട്. അതിലെ പാട്ടുകളൊക്കെ ജോണി സൈരി ഇറക്കിയപ്പോഴേക്കും അതിലെ ഇന്ന ആളാണ് മ്യൂസിക് ചെയ്തതെന്നൊക്കെ അറിയാം. അപ്പൊ സുധാരൻ പോയി ഇത് പറഞ്ഞു കൊടുത്തപ്പോഴേക്കും പുള്ളിക്ക് കുറച്ചും കൂടി എന്നെ കുറിച്ചിട്ട് ബോധ്യം ഉണ്ടായി. അതിനുശേഷമാണ് പുള്ളി അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ വെച്ചിട്ട് നമുക്കൊരു ക്രിസ്ത്യൻ ഡിവോഷനിൽ ചെയ്യണം. കാരണം അതുവരെയും പുള്ളി ഒരു ക്രിസ്ത്യൻ ഡിവോഷനിലും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഈ ഒരു ആൽബമാണ് ക്രിസ്ത്യൻ ഡിവോഷനിൽ ചെയ്യുന്നത്. അതിനു മുമ്പ് ഹിന്ദു ഡിവോഷനിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ ഉപരി പുള്ളി ചെയ്തിരിക്കുന്നതെല്ലാം ഫിലിം സോങ്സ് അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ, ഇതൊക്കെയാണ് പുള്ളിക്ക് കാസറ്റ് മേഖലയൊന്നും പുള്ളിക്ക് ഒന്നുമല്ല. പുള്ളിക്ക് അതൊരു കളിതമാശ പോലെയാണ് സത്യത്തിൽ. പക്ഷെ ആ സമയത്ത് സുധാകരൻ ജോയിൻ ചെയ്ത സമയത്ത് സുധാകരൻ്റെയും കൂടി താല്പര്യം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അത് ഇറക്കിയതിന് ശേഷം അവർക്കൊരു വലിയൊരു ലോട്ടറി ആയിരുന്നു അത്. കാരണം പിന്നീട് ഇതിന്റെ CD-യുടെ സെയിൽ എന്ന് പറയുന്നത്, അല്ല CD-കളുടെ സെയില് അല്ല കാസറ്റുകളുടെ സെയിൽ എന്ന് പറയുന്നത് കണക്കില്ല. അതായത് എത്ര കോടിക്കണക്കിന് CD-കൾ പോയിന്ന് അവർക്ക് പോലും കണക്കില്ല. അതിന് മാത്രം അത്രമാത്രം ഒരു സർവകാല റെക്കോർഡായിട്ടുണ്ട്. അത്രയും കോടിക്കണക്കിന് CD-കൾ വിറ്റ് അഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കും ചോദിച്ചിട്ട് അതിന്റെ പ്രയോജനം നമുക്കുണ്ടായോ? നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയോജനമൊക്കെ അത് ഔട്ട്റൈറ്റ് കൊടുത്തതോട് തീർന്നു. കോടിക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ലക്ഷക്കണക്കിന് CD-കളാണ് വിറ്റഴിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. കോടിക്കണക്കിന് CD-കളാണ് അതേസമയം ലക്ഷക്കണക്കിന് CD-കൾ വിറ്റഴിയുകയും കോടിക്കണക്കിന് രൂപ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ അതിലൂടെ എനിക്കുണ്ടായൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ഈ രംഗത്ത് നമ്മൾ വളരെ പബ്ലിസിറ്റി കിട്ടി, കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ആയി. പിന്നീട് അങ്ങോട്ട് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് നമ്മളെ സമീപിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നമ്മൾ പിന്നീട് ആൽബങ്ങളൊക്കെ ചെയ്തു. എങ്കിലും അതിനൊക്കെ ഒരു പക്വതയോടുകൂടി ടൈം എടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന് കിട്ടുന്ന പാട്ടുകളൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്തത്. ജീസസിലെ വേറെ ഒത്തിരി പാട്ടുകൾ ഹിറ്റാട്ടോ. ക്രിസ്മസിനോടനുബന്ധിച്ച് അങ്ങയുടെ ഒത്തിരി ഗാനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു പാട്ട് ഇറങ്ങിയല്ലോ, അതിനു മുമ്പ് ഏതായിരുന്നു അങ്ങയുടെ ആദ്യത്തെ ക്രിസ്മസ് ഗാനം? ഞാൻ ആദ്യമായിട്ട് ക്രിസ്മസ് പാട്ട് ചെയ്യുന്നത് ഫ്രാൻസിസ് കുറുക്കംകുന്നേൽ എന്ന് പറഞ്ഞ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് കണ്ണു ചിമ്മുന്ന താരങ്ങൾ. അത് എനിക്ക് തോന്നുന്നു 25 വർഷത്തിന് മേളിലായിട്ടുണ്ട്. അന്ന് എറണാകുളത്ത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഓഡി സേവിയർ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. പുള്ളിയുടെ ഒരു സ്ഥാപനത്തിലായിരുന്നു ഞാൻ കുറേ നാൾ പുള്ളിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചിരുന്ന് കമ്പോസ് ചെയ്തൊരു പാട്ടാണ് കണ്ണു ചിമ്മുന്ന താരങ്ങൾ എന്ന് പറയുന്നത്. അത് പിന്നീട് ഭൂമിയിൽ സമാധാനം എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ പേര്. ആ ടൈറ്റിൽ കടന്നു വന്നു. പക്ഷെ അങ്ങനെ അധികം ആൾക്കാരൊന്നും അധികം കേട്ടിട്ടില്ല. കാരണം അതിൻ്റെ മാർക്കറ്റിംഗ് ശരിയല്ലായിരുന്നു. മാർക്കറ്റിംഗ് ഡൗൺ ആയി പോയതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോയി. കാരണം ആദ്യമായിട്ട് അവർ ഇറക്കിയതാണ്. അപ്പൊ മാർക്കറ്റിംഗ് ഫീൽഡിൽ അവർക്ക് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇത് വേണ്ട രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആ പാട്ട് ആരും തന്നെ കേട്ടില്ല. പക്ഷെ ഈ
കോമ്പറ്റീഷനിൽ ക്രിസ്മസ് ഗാനങ്ങൾ പാടുമല്ലോ, ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷനിലുണ്ടാവും. അതിലൊക്കെ ഈ പാട്ട് എടുത്ത് പ്രൈസ് വാങ്ങിച്ചവരുടെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് ആ പാട്ട് ഞാൻ വേണമെന്ന് പാടാം. കണ്ണു ചിമ്മുന്ന താരങ്ങൾ മെല്ലെ പാടിയ സംഗീതം, മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ ലോകരക്ഷകൻ ജാതനാ. ഇങ്ങനെയായിരുന്നു ആ പാട്ട്. ഈ ക്രിസ്മസിന് ഈ നമ്മുടെ കൊച്ചേട്ടന്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പൊ. ഉണ്ട് ഉണ്ട് ഉണ്ട്. അത് വളരെ മനോഹരമായിരിക്കുന്നല്ലോ. അത് ആ പാട്ടിന്റെ ഒരു 2 ലൈൻ അത് ഞാൻ പാടാം. നീലവാനിലൂടെ ഹാലേലൂയ, വെള്ളിമേഘം പോലെ ഹാലേലൂയ, നീലവാനിലൂടെ ഹാലേലൂയ, വെള്ളിമേഘം പോലെ ഹാലേലൂയ, വാനദൂത വൃന്ദം ഗ്ലോറിയ പാടിരാവിലുന്ന, വാനദൂത വൃന്ദം ഗ്ലോറിയ പാടിരാവിലുന്ന, ഉന്നതത്തിലേകനീശനീടാം സ്തോത്രഗീതങ്ങളെപ്പോഴും ദൈവകൃപയുള്ളിലെന്നുമുള്ളവർ നേടും വിൻശാന്തിയും. ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പിന്നെ അങ്ങോട്ട് ഫാസ്റ്റ് ആയിട്ട് പോകട്ടെ. അടുത്ത ലൈൻസ് ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. കുളിരു വീഴും ശീതരാവതിൽ തളിരു തൂവും പുല്ലും മെത്തയിൽ, കുളിരു വീഴും ശീതരാവതിൽ തളിരു തൂവും പുല്ലും മെത്തയിൽ, തളരുമോരോ നരനും ആത്മജീവനായി നിറഞ്ഞിടാൻ നരസ്വരൂപമാർന്ന ദൈവമേ, പദമലരതിലകിലമേകിടാ. ഇത് വേറൊരു താളം. അതിന് വീണ്ടും അടുത്ത താളത്തിൽ പോകും. ദൈവം സ്നേഹമാണെന്നു ചൊല്ലാം, ദൈവം നന്മയാണെന്നു ചൊല്ലാം, തമ്മിൽ തമ്മിൽ നാം ദൈവസ്നേഹം നൽകുമ്പോൾ എന്നും മണ്ണിൽ ദൈവത്തിൻ മഹത്വം. ഇങ്ങനെ ഓരോ താളത്തിലാണ് ഈ പാട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് റെക്കോർഡിങ്ങിൽ വരുമ്പോൾ ഗ്രൂപ്പ് ഇതെല്ലാവരും കൂടി പാടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ ലിബിൻ സ്കറിയ എന്ന് പറഞ്ഞ ഗായകൻ, അതുപോലെ മിഥില മൈക്കിൾ എന്ന് പറഞ്ഞ ഗായിക, സിസ്റ്റർ സിജിന ജോർജ് എന്ന് പറയുന്ന ഗായിക, അങ്ങനെ പിന്നെ കോറസുകാരെല്ലാവരും ചേർന്ന് പാടിയിട്ടുണ്ട്. അതുപോലെ ഈ ഗാനം എഴുതിയിരിക്കുന്നത് നമ്മുടെ റോയ് കണ്ണഞ്ചിറ അച്ഛൻ, CMIയിലെ റോയ് കണ്ണഞ്ചിറ അച്ഛനാണ്. അച്ഛൻ്റെ വരികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നല്ല പാണ്ഡിത്യമുള്ള ഒരു അച്ഛനാണത്. അച്ഛൻ്റെ വരികൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കലി നല്ലൊരു ആശയം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ അത് എഴുതുന്നത്. ബിബ്ലിക്കലി ആയിരിക്കുമെന്ന് മാത്രമല്ല, അവസാനം അതിനൊരു മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജാണ് ഈ പാട്ടിന്റെ വിജയം. അതെ, ഇപ്പൊ ഈ അടുത്ത കാലത്ത് മറ്റൊരു പാട്ട് ഇറങ്ങിയല്ലോ, ഒരു ചെണ്ടയൊക്കെ അടിച്ചുകൊണ്ടുള്ള ഒരു ഗാനം. അത് വളരെ ഹിറ്റായല്ലോ. അതിനകത്ത് ശരിക്കും ആ യശയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനങ്ങൾ തന്നെയാണല്ലോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ വളരെ നമ്മുടെ ശ്രായക്കുട്ടി പാടിയ ആ ഗാനം വളരെ ശ്രേയല്ല, നമ്മുടെ മേഘനക്കുട്ടി. ഓ, പേര് മാറിപ്പോയതാ. അപ്പൊ ആ ഒരു പാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണ്? അതായത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചെണ്ടവാദ്യമേളത്തോടു കൂടിയുള്ള ഒരു ആൽബം. ഇന്നേ വരെ ചെണ്ട എന്ന് പറയുന്നത് പള്ളി പെരുന്നാളുകളിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ ഉത്സവങ്ങളിൽ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തുകൊണ്ട് ഇത് ഒരു കാത്തലിക് സോങ്ങിന് നമുക്ക് ഉപയോഗിച്ചു കൂടാ? ചിലരൊക്കെ
എങ്കിലും അതിനെ ഒരു ഡപ്പാങ്കൂത്ത് താളമായിട്ട് അതിനെ അതായത് വിമർശിക്കാനുള്ള സാധ്യത മുന്നേ കണ്ടായിരുന്നോ? വിമർശിക്കുന്നവരുണ്ടാവും എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തത്. വിമർശിക്കുന്നവരെക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ അത് അക്സെപ്റ്റ് ചെയ്തവരുടെ ആളുകളുടെ എണ്ണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 99% പേരും അത് ഹൃദയത്തിൽ ഏറ്റെടുത്ത പാട്ടാണ്. കാരണം അതിൻ്റെ മെസ്സേജുകൾ കടന്നു വരുമ്പോൾ ഈ ഒരു ചുരുങ്ങിയ ഈ 2 മാസം കൊണ്ട് ആയിട്ടുള്ളൂ, 2-3 മാസം കഴിഞ്ഞിട്ടില്ല. ഈ ചുരുങ്ങിയ സമയത്ത് തന്നെ ഏതാണ്ട് 1.7 മില്യൺസ് യൂട്യൂബിൽ അത് കഴിഞ്ഞു. അത് ആ പാട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചെണ്ടവാദ്യമേളത്തോടു കൂടിയുള്ള ആദ്യത്തെ ക്രിസ്ത്യൻ ഡിവോഷൻ സോങ്. 2, മേഘനക്കുട്ടി എന്ന് പറയുന്ന ആ കുട്ടിയോടുള്ള വാത്സല്യം ഈ ലോക ജനതയ്ക്കുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു പറ്റം ആളുകൾ, പ്രേക്ഷകരുണ്ട്. പിന്നെ ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത അതിനേക്കാൾ ഉപരി എന്ന് പറയുന്നത് ആ പാട്ട് കംപ്ലീറ്റ് സങ്കീർത്തനത്തിൽ ഒരു സങ്കീർത്തനമല്ല, യേശയ്യ 58:11 മുതൽ ഉള്ള ഒരു ഭാഗമാണത്. അത് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്ന വരികളാണത്. അത് വളരെ ഹൃദ്യമായിട്ട് മാറി, അതിൽ ഒരു മാറ്റവും ഇല്ല. അതിലെങ്ങനെയാണോ പ്രതിപാദിക്കുന്നത് അങ്ങനെ തന്നെ അത് വന്നിട്ടുണ്ടെന്ന്. ശരിക്കും ആ പാട്ട് ഒരു കുഞ്ഞിന്റെ ശബ്ദത്തിൽ പാടാനുള്ള കാരണം എന്തായിരുന്നു? കാരണം വേറൊന്നുമല്ല, ഞാൻ ആദ്യം വലിയവരെ കൊണ്ട് പാടിപ്പിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ചും കൂടി ഹൃദ്യമായി തോന്നിയത് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ഈ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടീനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ച് എങ്ങനെ ഉണ്ടാവും. എനിക്ക് ആദ്യം ഒരു പേടിയായിരുന്നു. കാരണം ഇത്രയും റേഞ്ചുള്ള ഒരു പാട്ടല്ലേ, ഈ പാട്ട് ഈ കുട്ടി പാടി എത്രത്തോളം ഏൽക്കും എന്നുള്ളത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യം. പക്ഷെ 2 കൽപ്പിച്ച് അങ്ങനെ ചെയ്തു. പക്ഷെ അത് ജനങ്ങളുടെ ഏറ്റെടുത്തു. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് വൻ സൂപ്പർ ഹിറ്റായിട്ട് മാറി. ഇന്നിപ്പോ എവിടെ ചെന്നാലും ഈ പാട്ടിനെ കുറിച്ച് പറയാനതിനുള്ളൂ. തീർച്ചയായിട്ടും പാടാം. കർത്താവു നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും, അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ, ഒരിക്കലും വറ്റാത്ത തേനരുവി പോലെ. ഈ പാട്ട് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് മെയിൽ വേർഷൻ ആരെങ്കിലും പാടണോ എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഈ സമയത്ത് തിളങ്ങി നിൽക്കുന്ന 2 അച്ഛന്മാരാണ് നമ്മുടെ വിപിൻ കുരിശിതറാച്ചനും അതുപോലെ വിനിൽ കുരിശിതറാച്ചനും. അപ്പോൾ മറിച്ചൊന്നും തീരുമാനിച്ചില്ല. ഞാനും നമ്മുടെ റോയി അച്ഛനും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, നമുക്ക് മെയിൽ വേർഷൻ ഈ അച്ഛന്മാരെ കൊണ്ട് പാടിപ്പിക്കാം. അങ്ങനെയാണ് ഈ അച്ഛന്മാരെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും പാടുന്ന പാട്ടുകൾക്ക് കൂടുതൽ അഭിഷേകം കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഈ സമയങ്ങളിലൊക്കെ അവർ പാടുന്ന പാട്ടുകളൊക്കെ ജനങ്ങളെ ഏറ്റെടുക്കുകയും ഒരുപാട് വ്യൂവേഴ്സൊക്കെ കടന്നു വരുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല. ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് അച്ഛന്മാർ പാടുന്ന പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ട് മാറുന്നത്. ഇപ്പോൾ ഈ അച്ഛന്മാർ പാടിയ ഈ വേഷൻ, അച്ഛന്മാരും മേഘനക്കുട്ടിയും കൂടി പാടുന്നൊരു വേഷനുണ്ട്. അതിപ്പോൾ 6 ലക്ഷത്തിന് മേളിൽ വ്യൂവേഴ്സ് കഴിഞ്ഞു. എൻ്റെ ചാനലിൽ തന്നെയാണ്, പീറ്റർ ചേരാനെല്ലൂർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ചാനലിൽ തന്നെയാണ് ഈ പാട്ട് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂവേഴ്സ് അച്ഛന്മാരിലൂടെയും ഒത്തിരി കടന്നു വന്നിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ആ ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കയറാം. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ക്രിസ്മസ് ഇങ്ങ് എത്തി നിൽക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അങ്ങ് ഒരു ക്രിസ്മസ് ആശംസയൊക്കെ പറഞ്ഞ് ഒന്ന്. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ ഷെക്കൈന ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന പ്രിയ പ്രേക്ഷകരെ, 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഉണ്ണിയേശു
ബത്ലഹേം നഗരിയിൽ ഒരു പുൽക്കൂട്ടിൽ ഭൂജാതനായ ദിവസമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന, ഏത് കൊച്ചു കുട്ടികൾക്ക് മുതലും അറിയാവുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്ന ദിവസം. കാരണം ഈ ഒരു ദിവസം നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അതായത് നമ്മുടെ രക്ഷകനായ ഈശോ, ഉണ്ണി ഈശോ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി കടന്നു വരുന്ന ദിവസത്തെ സ്വർഗം പോലും വലിയ പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഭൂമി മുഴുവനും സമാധാനവും ശാന്തിയും ഒക്കെ നിറയപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഭൂലോകത്തുള്ള പ്രപഞ്ച സൃഷ്ടികൾ പോലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകതയുള്ളത്, എങ്ങും എവിടെയും പ്രകാശം പരക്കുന്ന ദിവസം. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ നമ്മൾ ഇടുന്നതും, അതുകൊണ്ടാണ് പുൽക്കൂടുണ്ടാക്കുന്നതും, അതുകൊണ്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും, അലങ്കാരങ്ങൾ കൊണ്ട് ക്രിസ്മസിന്റെ ദിവസം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. പ്രിയമുള്ളവരെ ഓർക്കുക, ഇതുപോലൊരു ദിവസം നമുക്ക് വേറെ ഏത് ദിവസമാണ് കാണാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമുക്ക് വേണ്ടത് സമാധാനവും ശാന്തിയും. ക്രിസ്തു എന്താണ് ഉദ്ദേശിച്ചത്? ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നത്? ആ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി എന്താണ് ക്രിസ്തു ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ക്രിസ്തുവിനെ ഒരു രാജകൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു. എന്നാൽ ക്രിസ്തു സ്വയം ശൂന്യമായിക്കൊണ്ട്, സ്വയം ഇല്ലാതായിക്കൊണ്ട് ഒരു പുൽത്തൊഴുത്തിൽ ഭൂജാതനായെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെന്തായിരുന്നു ആ പദ്ധതി? നമ്മിൽ സമാധാനം നൽകണം, എളിമയുടെ പര്യായമായി മാറണം, അല്ലെങ്കിൽ വിനയത്തിന്റെ പര്യായമായി മാറണം. ഇതെന്തിനാണ് ക്രിസ്തു കാണിച്ചു തന്നത്? നമ്മളൊക്കെ ഇതുപോലെ ജീവിക്കണം, എളിമയുടെ പര്യായമായി ജീവിക്കണം. ക്രിസ്തുവിന്റെ ജീവിത രീതി ആദ്യം മുതൽ അവസാനം വരെ, ക്രിസ്തുവിന്റെ മരണം വരെ എടുത്താൽ, ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ സൽമാർഗ പാഠങ്ങളെല്ലാം അതായത് മറ്റൊരാൾക്കും നൽകാനാവാത്ത, ഈ ലോകത്ത് ഒരു ശക്തിക്കും നൽകാനാവാത്ത ഒരു പാഠമാണ്. അത് ഈ ലോകത്തിന് ആർക്കും നൽകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ക്രിസ്തുമസിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് സമാധാനവും ശാന്തിയും വിനയവും നല്ല ഹൃദയമുള്ള വ്യക്തിത്വങ്ങളും നല്ല മനസ്സുള്ള വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മൾ മാറുക എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്രിസ്തു ജനിക്കുന്ന ആ ദിവസത്തിൽ ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ ഒരു തീക്ഷ്ണത ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ ക്രിസ്തു ജനിക്കുകയും ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടണം എന്നതാണ് ഈ ക്രിസ്തുമസിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെറിയ ഒരു റിക്വസ്റ്റ്, അല്ലെങ്കിൽ ചെറിയൊരു മെസ്സേജ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ സമാധാനവും ശാന്തിയും ഈ ക്രിസ്തുമസ് ദിനത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നന്ദി.